നമസ്തേ. ഇവിടെ വളരെ നല്ലൊരു ചോദ്യം വന്നിട്ടുണ്ട്. മനസ്സാഗ്രഹിക്കുന്നതും ബുദ്ധി ശരിയെന്ന് പറയുന്നതും വ്യത്യസ്തമായാൽ യഥാർത്ഥത്തിൽ നമ്മെ നയിക്കേണ്ടത് എന്താണ്? വളരെ തത്വചിന്താപരമായിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, പിന്നെ ഒരു ആശയമുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സ്, നമ്മൾ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, മനസ്സെന്ന് പറയുന്നത് ഒരു സൂക്ഷ്മ തലമാണ്. കൈ പോലെ കാല് പോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു തലമല്ല, എന്നാൽ അനുഭവിക്കാൻ കഴിയുന്ന തലമാണ് മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത്. മനസ്സിനെ തന്നെ ഭാരതീയ മനഃശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ സമ്മോഹന വിദ്യയുടെയൊക്കെ പഠനങ്ങളിൽ വളരെ ആഴത്തിൽ മനസ്സിനെ പറ്റി പറയുന്നുണ്ട്. അപാരമായ ശക്തിവിശേഷങ്ങളുള്ളതാണ് മനുഷ്യ മനസ്സെന്ന് പറയും. അതുപോലെ തന്നെ മനുഷ്യബുദ്ധിയും വളരെയധികം ആഴവും പരപ്പുമുള്ളതാണ്. സമുദ്രം പോലെ ആഴവും ആകാശം പോലെ വിസ്തൃതവുമാണ് മനുഷ്യൻ്റെ ബുദ്ധിയുടെ അനന്ത സാധ്യതകൾ എന്ന് പറയുന്നത്. മുട്ടസൂചി മുതൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര ബഹിരാകാശ പേടകം വരെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് മനുഷ്യനാണ്. ഈ ഭൂമിയിലെ ഏറ്റവും ബൗദ്ധിക ശേഷി വികസിച്ച ഒന്ന് ഹ്യൂമൻ ബ്രെയിൻ ആണ്. എത്ര അധികം ഡെവലപ്ഡ് ആയിരിക്കുന്ന ഒരു ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നതും ബുദ്ധി ശരിയെന്ന് പറയുന്നതും വ്യത്യസ്തമായാൽ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് നയിക്കേണ്ടത്? ഇത് ആശയപരമായ ഒരു വ്യത്യസ്തമാണ്. മനസ്സ് ആഗ്രഹിക്കുന്നു, മനസ്സെപ്പോഴും ചിന്തിക്കുന്നത് വൈകാരികമാണ് അല്ലെ? ഇമോഷണലി ആണ് മനുഷ്യ മനസ്സ്. സ്നേഹം, ദയ, സഹാനുഭൂതി, ഇങ്ങനെയുള്ള സദ്വികാരങ്ങൾ മനസ്സിലുണ്ട്. കാമ, ക്രോധ, ലോഭ, മത, മാത്സര്യാദി ഭാവങ്ങൾ, ഷഡ്വൈരികൾ മനസ്സിൻ്റെ ഭാവമാണ് എന്ന് നമ്മൾ പറയും. അപ്പം മനസ്സ് വൈകാരികമായി ചിന്തിക്കുമ്പോൾ അതിനെ നേർവഴിക്ക് നയിക്കുന്ന ആളാണ് ബുദ്ധി. അത് ബുദ്ധി വൈചാരികമാണ്, ഇൻ്റലക്ച്വലിയാണ് മനുഷ്യബുദ്ധി പ്രവർത്തിക്കുന്നതെന്ന് പറയും. പക്ഷേ ആ വൈചാരികമായ ബുദ്ധി ആഴത്തിലുള്ള ധ്യാനത്തിലൂടെ നമുക്കുണ്ടാവും. മനസ്സിലായില്ലേ? മനുഷ്യന് ബുദ്ധിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ബുദ്ധി വ്യക്തിക്കും സമൂഹത്തിനും നന്മ നൽകുന്ന ബുദ്ധി ഉണ്ട്, വ്യക്തിക്കും സമൂഹത്തിനും ദോഷം നൽകുന്ന ബുദ്ധിയുമുണ്ട്. ഇപ്പം ആറ്റം ബോംബ് കണ്ടുപിടിച്ചതിന് പിന്നിൽ പല കഥകൾ നമ്മൾ പറയാറുണ്ട്. ഈ ആറ്റം ബോംബിൻ്റെ ഊർജത്തെ അല്ലെങ്കിൽ അണുവിസ്ഫോടനം, ഇതിൻ്റെ ഊർജത്തെ നമുക്ക് ആണവ റിയാക്ടറുകളിലൂടെ വൈദ്യുതി ഉൽപ്പാദനത്തിനും ലോകത്തിന് സഹായകരമാകുന്ന രീതിയിൽ ഈ ഊർജം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് നല്ല മനസ്സിൻ്റെ ചിന്തയാണ്, നല്ല ബുദ്ധിയുടെ ഒരു പ്രോഡക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതേ ആണവശക്തിയെ നമുക്ക് അണുബോംബ് പോലെയുള്ള മാരകായുധങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കാം. ഇത് ചീത്ത മനസ്സിൻ്റെ സൃഷ്ടിയാണ്. ബുദ്ധി നശീകരണ ബുദ്ധിയുടെ ഭാഗമാണ്. നമ്മൾ പറയാറില്ലേ, നമ്മുടെ മനസ്സ് തന്നെയാണ് നല്ലതും നമ്മുടെ മനസ്സ് തന്നെയാണ് ചീത്തതും. നമ്മുടെ മനസ്സ് പോസിറ്റീവായാൽ നമ്മുടെ ജീവിതം പോസിറ്റീവാകും, നമ്മുടെ മനസ്സ് നെഗറ്റീവായാൽ ജീവിതം നെഗറ്റീവാകും. ലോകത്തെ മുഴുവൻ ഇല്ലാതാക്കണം എന്നാഗ്രഹിക്കുന്ന തീവ്രവാദ സംഘങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? അവരുടെ ഒരു കളക്റ്റീവായ മനസ്സാണ്, കളക്റ്റീവായ ബുദ്ധിയാണ്. രണ്ടും നശീകരണ സ്വഭാവമുള്ളതാണ്. ഞാൻ മാത്രം ശരി, മറ്റുള്ളതെല്ലാം നശിക്കേണ്ടതാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. മറിച്ച് ലോക കല്യാണാർത്ഥം നമ്മുടെ സനാതന ധർമ്മത്തിലൊക്കെ പറയുന്ന പോലെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, അണോരണീയൻ മഹതോ മഹീയം ആത്മാഗുഹായം നിഹിതോസിജന്തോ, അണുക്കളിൽ വെച്ച് പരമാണുവിലും വലുതായതിൽ വെച്ച് വലുതായതിലും എല്ലാം ഈശ്വരീയ ചൈതന്യമാണ്, എല്ലാം ഈശ്വര സ്വരൂപമാണ്. ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ പട്ടിയെന്നോ പൂച്ചയെന്നോ സസ്യമെന്നോ ഇതില്ലാതെ എല്ലാം ഈശ്വര സ്വരൂപമാണ്, ആ പരമേശ്വരൻ്റെ അംശങ്ങളാണെന്ന് കരുതുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ആശയവും ആദർശവും പ്രായോഗികതയുമുള്ളത് സനാതനധർമ്മത്തിനാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് വന്നാൽ, മനസ്സ് ശരിയായ രീതിയിൽ പരുവപ്പെടാത്ത മനസ്സാണെങ്കിൽ അത് ആഗ്രഹിക്കുന്നത് തിരുത്തിക്കൊണ്ടുപോകേണ്ട ആൾ നമ്മുടെ ബുദ്ധിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും. നമ്മൾ വളരെ ചെറുപ്പത്തിലെ നമ്മളെ ഉപദ്രവിച്ച ഒരുത്തൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ നമ്മൾ ഒരുപാട് ഇടിച്ചിട്ടുണ്ട്, ഓടിച്ചിട്ട് തല്ലിയിട്ടുണ്ട് സ്കൂളിൽ. അന്ന് നമുക്കതൊന്നും ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവുന്നില്ല. പക്ഷെ അന്ന് നമുക്ക് കിട്ടിയ അടി, അവൻ നമ്മളെ അപമാനിച്ചത് നമ്മുടെ മനസ്സിൽ ഒരു വികാരമായി കിടക്കുകയാണ്. അവനോട് പ്രതികാരം ചെയ്യണം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ അവനെ ഒരു റോട്ടിൽ വെച്ച് കാണുന്നത്. തീരുമാനിച്ചപ്പോൾ ഇന്ന് നമ്മൾ വളരെ ബലവാനാണ്, അവനെ അടിച്ച് താഴെയിടാനുള്ള ശേഷിയൊക്കെ ഉണ്ട്. അവൻ അത്ര വിലയില്ല. അങ്ങനെ മനസ്സ് പറയുന്നു, വൈകാരികമായി മനസ്സ് പറയുന്നു, അവൻ അന്ന് നിന്നെ ആക്രമിച്ചതാണ്, ഇന്ന് നിനക്കത് സാധിക്കും, അവനെ ആക്രമിക്കൂ എന്ന് നിൻ്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആക്രമിക്കാനായിട്ട് വൈകാരികമായി ചെല്ലുന്ന സമയത്താണ് അവന് ചുറ്റും ഒരു 4-5 കൂട്ടുകാർ നിൽപ്പുണ്ട്, നല്ല ജിമ്മന്മാരാണ്. ഇവൻ അശു പോലെ ഇരിക്കുന്നെങ്കിലും നിൽക്കുന്ന 5 കൂട്ടുകാർ വളരെ വലിയ ജിമ്മന്മാരാണ്. അപ്പോൾ ബുദ്ധി പറയും, ഇപ്പം നീ പോകണ്ട, ഇപ്പം നീ അവനിട്ട് അടിക്കാൻ ചെന്നാൽ ആ കൂട്ടുകാരെല്ലാം കൂടി നിന്നെ എടുത്തിട്ട് പെരുമാറും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, സാധാരണ ഉദാഹരണം. അപ്പോൾ മനസ്സ് വൈകാരികമായി അവനെ ഇടിക്കണം എന്ന് ആഗ്രഹിച്ചു, പക്ഷെ ബുദ്ധി ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വൈചാരികമായി
അത് ചെയ്യരുത്, ചെയ്താൽ നിനക്ക് ദോഷമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരിയായ രീതിയിൽ പരുവപ്പെടുന്ന മനസ്സും ശരിയായ രീതിയിൽ ട്രെയിൻ ചെയ്യപ്പെടുന്ന ബുദ്ധിയുമാണ് നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് നയിക്കുന്നത്. മനസ്സ് പട്ടം ആണ്, ആ പട്ടത്തെ നിയന്ത്രിക്കുന്ന ചരടാണ് ബുദ്ധി. മനസ്സ് ഒതുക്കമില്ലാത്ത അടക്കമില്ലാത്ത കുതിരയാണ്, ആ കുതിരയെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണാണ് ബുദ്ധി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മനസ്സ് വൈകാരികമായി ചിന്തിക്കുമ്പോൾ ബുദ്ധി വൈചാരികമായി നമുക്ക് നേർവഴി കാട്ടുന്നു. ഇപ്പം ശരീരവും മനസ്സും ബുദ്ധിയും ആത്മാവും ഇത് നാലും ചേർന്നതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം നല്ല മനസ്സും നല്ല ബുദ്ധിയും ഉണ്ടാകണമെങ്കിൽ നമ്മൾ നല്ലതിലേക്ക് പോകണം. മനസ്സ് പൂർവജന്മ വാസനകളുടെ ഫലം കൊണ്ടും മനസ്സിൽ ദുർവാസനകളും ദുശ്ചിന്തകളും ഒക്കെ വരും. ബുദ്ധിയാണ് അത് തിരുത്തേണ്ടത്. ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, ഏതാണ് ഗുണം, ഏതാണ് ദോഷം, ഏതാണ് നന്മ നൽകുന്നത്, ഏതാണ് തിന്മ നൽകുന്നത്, ഈ വിചിന്തനം ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ. മനസ്സ് ഇമോഷണലി ചിന്തിക്കും, ഇപ്പം തന്നെ തല്ലാം. ബുദ്ധി പറഞ്ഞു വേണ്ട, തല്ലിയാൽ നിനക്കിട്ട് തല്ല് കിട്ടും. മനസ്സിലായോ? ഇനി ഇത് രണ്ട് തലം, മനസ്സ് ബുദ്ധി നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ രണ്ടും വ്യത്യസ്തമായാൽ എന്ത് ചെയ്യും? അതിനെ നമ്മൾ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ മനീഷ അല്ലെങ്കിൽ പ്രജ്ഞാനം നമ്മൾ ആശ്രയിക്കും. അത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ഒരു തലമാണ്. ആറാം ഇന്ദ്രിയത്തിൻ്റെ കഴിവാണ് നമ്മൾ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സാഗ്രഹിക്കുന്നതും ബുദ്ധി ശരിയെന്ന് പറയുന്നതും വ്യത്യസ്തമായാൽ യഥാർത്ഥത്തിൽ നമ്മൾ നയിക്കേണ്ടത് നമ്മുടെ ബുദ്ധി, നമ്മുടെ ഇൻറ്റ്യൂഷനാണ്, അതീന്ദ്രിയ ജ്ഞാനമാണ്. അത് യഥാർത്ഥത്തിൽ ധ്യാനത്തിലൂടെ മാത്രമേ നമുക്ക് ആർജിക്കാൻ കഴിയൂ. ഇപ്പം നമ്മളുടെ ഭാരതത്തിൽ നമ്മുടെ പൗരാണികരായിരിക്കുന്ന ഋഷിവര്യന്മാർ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആര്യഭടൻ എന്നുള്ള വിളിക്കുന്ന ഒരു മഹാഋഷി ഭാരതത്തിലുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഇൻ്റലക്ച്വലി വളരെയധികം ഉയർന്ന ഒരാളാണ്. ചെറുപ്പം മുതൽ തന്നെ വളരെയധികം മെഡിറ്റേഷൻ ചെയ്ത് ഒരു ഗുരുപരമ്പര സിസ്റ്റത്തിൽ പഠിച്ചു വന്ന ആളാണ് ആര്യഭടൻ. ആര്യഭട്ടനോടുള്ള നമ്മളുടെ ഒരു ബഹുമാനാർത്ഥമാണ് നമ്മൾ ആദ്യമായി അയച്ച കൃത്രിമ ഉപഗ്രഹത്തിന് ആര്യഭട്ട എന്ന പേരിട്ടത്, അല്ലേ? ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ പേര് ആര്യഭട്ട എന്നുള്ളതാണ്. ആര്യഭടൻ ഒരു വാന നിരീക്ഷകനായിരുന്നു. ഗ്രഹങ്ങളെപ്പറ്റി, ഗ്രഹങ്ങളുടെ ചലനത്തെപ്പറ്റി, നക്ഷത്രങ്ങളെപ്പറ്റി, ഭൗമാന്തരീക്ഷത്തെപ്പറ്റി, ശൂന്യാകാശത്തെപ്പറ്റി പഠിച്ചിരുന്ന ഒരു മഹാഋഷിയായിരുന്നു ആര്യഭടൻ. ആര്യഭടൻ ഒരേ സമയം തന്നെ ആധ്യാത്മിക മേഖലയിലെ ഒരു ഋഷിയും അതേസമയം തന്നെ ഭൗതിക മേഖലയിൽ ഗവേഷണം ചെയ്ത വളരെ വലിയൊരു സയൻറ്റിസ്റ്റുമാണ്. ഇന്നും നമുക്ക് കിട്ടും ആര്യഭട്ടീയം. നിങ്ങൾ ഇന്നെടുത്ത് വായിച്ചു നോക്കിയാലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇപ്പോൾ നമ്മളിന്ന് വാനനിരീക്ഷണത്തിന് പല കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ടെലസ്കോപ്പ്, ഹബിൾ പോലെയുള്ള ടെലസ്കോപ്പുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ റോക്കറ്റുകളൊക്കെ അയച്ച് ഉപഗ്രഹങ്ങളൊക്കെ അയച്ചിട്ടാണ് നമ്മൾ ഭൂമിയെപ്പറ്റി, കാലാവസ്ഥയെപ്പറ്റി, സൂര്യനെപ്പറ്റി, ചന്ദ്രനെപ്പറ്റി, നക്ഷത്രങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആര്യഭടൻ കണ്ടെത്തിയ കാര്യങ്ങൾ ഇന്നും സയൻറ്റിഫിക് ആണ്. പൂർവാഭിമുഖതി ഭ്രമതിക്ഷോണി നാസ്തി ഭ്രമകക്ഷോണ, ആര്യഭട്ടീയത്തിലെ ഒരു വരിയാണിത്. പൂർവാഭിമുഖ ഭ്രമതിക്ഷോണി നാസ്തി ഭ്രമകക്ഷോണ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഈ പ്രകൃതിയെപ്പറ്റി, സൂര്യനെപ്പറ്റി, ഭൂമിയെപ്പറ്റി മനസ്സിലാക്കാതിരുന്ന മനുഷ്യൻ വിചാരിച്ചിരുന്നത് എന്താണ്, സൂര്യൻ ഭൂമിയെ വലയം ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ല, നമ്മൾ രാവിലെ നോക്കുമ്പോൾ അംഗനവാടിയിലൊക്കെ പഠിച്ചിട്ടില്ലേ, പാട്ടൊക്കെ ഉണ്ട്. രാവിലെ സൂര്യൻ ഉദിച്ച് സാവധാനം ആകാശത്തോടി സഞ്ചരിച്ച് വൈകുന്നേരം പടിഞ്ഞാറ് അറബിക്കടലിൽ പോയി അസ്തമിക്കും, മുങ്ങിത്താഴും. ഇങ്ങനെ വിശ്വസിക്കുന്ന മതസമ്പ്രദായങ്ങൾ പോലുമുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ശാസ്ത്രീയമായിട്ട്? സൂര്യനെ ഭൂമിയാണ് വലയം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഗലീലി, കോപ്പർനിക്കസിനെ പോലെയുള്ള ശാസ്ത്രകാരന്മാരെ പഴയ കാലങ്ങളിൽ മതകോടതികൾ അവരെ വളരെയധികം ശിക്ഷ നൽകിയിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞു ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു ഗോളമാണെന്ന് പറഞ്ഞതാണ് അവരെ ചൊടിപ്പിച്ചത്. അന്നത്തെ മതമേലധ്യക്ഷന്മാർ നോക്കുമ്പോൾ ഭൂമി പരത്തിയിട്ട പാ പോലെ കിടക്കുന്നതാണ്. ചേട്ടാ, ഇത് പല മതഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള സൂചനകൾ കാണാം. ഭൂമി പരത്തിയിട്ട പായാണ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് ശാസ്ത്രത്തിന് വിരുദ്ധമാണ് നമ്മൾ ഇന്ന് സയൻറ്റിഫിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ഗലീലിയോനെ പോലെ, കോപ്പർനിക്കസിനെ പോലെയുള്ളവർ, അവരെ സയൻറ്റിസ്റ്റുകൾ പഠിച്ചിട്ട് പറഞ്ഞു ഭൂമി ഉരുണ്ട ഒരു ഗോളമാണ്, സൂര്യൻ ഭൂമിയെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുകയല്ല, ഭൂമിയാണ് സൂര്യനെ വലയം ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അവരെയൊക്കെ ഇൻക്വിസിഷൻ കോടതികൾ ശിക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഇത് ബ്ലാക്ക് ഏജ്, ഇരുണ്ട യുഗം എന്നൊക്കെ നമ്മൾ പറയും. അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആര്യഭടൻ ആര്യഭട്ടീയത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ശ്ലോകമാണ് ഞാൻ ചൊല്ലിയത്. അതായത് ഭൂമി സ്വയം ഭ്രമണം ചെയ്യുകയാണ്, സൂര്യനല്ല കറങ്ങുന്നത് എന്ന് തുടങ്ങുന്ന ശ്ലോകങ്ങളുടെ ഒരു തുടർച്ചയാണത്. അപ്പം അന്നും ആര്യഭടനെ പോലെയുള്ളവർക്ക് ഭൂമിയാണ് ഒരു ഗോളമാണെന്നും അത് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മളുടെ പുരാണ സങ്കല്പം, പുരാണങ്ങളിൽ പ്രസിദ്ധമുണ്ട് എങ്കിൽ പോലും നോക്കൂ, ഒരു തേറ്റയിൽ എടുത്തുകൊണ്ട്, വരാഹം തേറ്റയിൽ
ഒരു ഗോളത്തെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു രൂപം നമുക്ക് കാണാം. ഭൂമി ഉരുണ്ടതാണെന്ന സങ്കല്പം അന്നും ഭാരതത്തിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ഭാരതീയരായിരിക്കുന്ന ഋഷിവര്യന്മാർ, ആര്യഭടനെ പോലെയുള്ളവർ, വാഗ്ഭടനെ പോലുള്ളവർ, സുശ്രുതനെ പോലെയുള്ളവർ, കനാദ മഹർഷിയെ പോലെയുള്ളവർ ആത്മീയ മേഖലയിൽ മാത്രമല്ല ഭൗതിക രംഗത്തും ഒരുപാട് സംഭാവനകൾ നൽകിയതാണ്. അതിനവരെ സഹായിച്ചത് അതീന്ദ്രിയ ജ്ഞാനമാണ്. ആറാം ഇന്ദ്രിയം എന്ന് പറയും. അതാണ് മനസ്സും ബുദ്ധിയും പരാജയപ്പെടുന്ന അടുത്ത് ഇനി എന്ത് എന്ന ചോദ്യത്തിൽ നമ്മൾ അതീന്ദ്രിയ ബുദ്ധിയാണ്, ഇൻറ്റ്യൂഷനെയാണ് ആശ്രയിക്കേണ്ടത്. ആര്യഭടനെ പോലെയുള്ളവർ ഇൻറ്റ്യൂഷനിക്കായിരുന്നു. അവർക്ക് ഇവിടെ നിന്ന് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ സൂര്യനെ പറ്റി, ഗ്രഹങ്ങളെ പറ്റി, അതിൻ്റെ ഭ്രമണത്തെപ്പറ്റി മനസ്സിലാക്കാനുള്ള അന്തർജ്ഞാനം, അന്തർബോധം ഉണ്ടായിരുന്നു. ഇത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട്. നമ്മൾ ആറാം ഇന്ദ്രിയം, മൂന്നാം കണ്ണ്, ത്രിനേത്രം, കുടസ്ഥ ചൈതന്യം, ഇൻറ്റ്യൂഷൻ്റെ തലം എന്നൊക്കെ നമ്മൾ പറയും. അത് നിരന്തരമായ മെഡിറ്റേഷനിലൂടെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്കും പറ്റുന്ന കാര്യമാണ്. അങ്ങനെയാണ് ഭാരതത്തിൽ ഇത്രയധികം ജ്ഞാനവിജ്ഞാനങ്ങളൊക്കെ ഉണ്ടായത് ഭാരതീയ ഋഷിവര്യന്മാരിലാണ്. അവരുപയോഗിച്ച മെത്തേഡ് ഇൻറ്റ്യൂഷൻ്റെതായ മെത്തേഡാണ്. അപ്പോൾ ചോദ്യം നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സാഗ്രഹിക്കുന്നതും ബുദ്ധി ശരിയെന്ന് പറയുന്നതും വ്യത്യസ്തമായാൽ യഥാർത്ഥത്തിൽ നമ്മളെ നയിക്കേണ്ടത് നമ്മുടെ അന്തർബോധമാണ്, അന്തർജ്ഞാനമാണ്.